ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അറിയോ? ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡിഷ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിരിക്കുമല്ലേ? അതെ, ദീപിക പദുക്കോണിൻ്റെ ഫേവറേറ്റ് സൈഡ് ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ജപ്പാനി ഡിഷാണ്, പക്ഷേ ഞാനിത് കുറച്ച് ഇന്ത്യൻ സ്റ്റൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടായി ഒന്ന് ചൂടായി വരട്ടെ. ഇന്ത്യൻ ഫ്ലേവറിനായിട്ട് ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അതും കോക്കനട്ട് ഓയിൽ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഇതിനകത്ത് ബട്ടറാണ് ചേർക്കാറ്, ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഓയിൽ ഒന്ന് ലൈറ്റായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ഓയിൽ ഇവിടെ ചൂടായപ്പോൾ ഞാനിവിടെ ഒരു ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, അതായത് കുനുകുനാന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വേണ്ടത്. ഞാനിവിടെ ഒരു ഉള്ളിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഉള്ളി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഉള്ളി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ 4-5 അല്ലി വെളുത്തുള്ളി നേർങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതേപോലെ നേർങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് സെയിം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വെളുത്തുള്ളി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി കിങ് ഓഫ് ദ ഇൻഗ്രീഡിയൻറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതെ, കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? പച്ചമുളക് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അതും നേർങ്ങനെ നടുക്കുന്നും കട്ട് ചെയ്ത് നേർങ്ങനെയും കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണ്ടിക്ക് കൂട്ടാം കേട്ടോ. ഞാനിവിടെ എനിക്ക് എരി കുറവായതുകൊണ്ടാണ് 2 എണ്ണം മാത്രം എടുത്തത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളക് എടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇനി വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1/4 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അധികമൊന്നും വേണ്ട കേട്ടോ. 1/4 ഗ്ലാസിൻ്റെ അളവിൽ മാത്രം മതി വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 പിഞ്ചിൻ്റെ അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 പിഞ്ചിൻ്റെ അളവിൽ പേരിന് മാത്രം മതി ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം വരില്ല. ഞാനിവിടെ ഓയിൽ ആയതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളെ ചീസാണ്. ഞാനിവിടെ മൂലിൻ്റെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 3 സ്ലൈസിൻ്റെ ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ചീസ് ആഡ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതും മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ, ഹൈ ഫ്ലെയിം ആക്കാൻ പാടില്ല. 5 മിനിറ്റ് മൂടി വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പം തന്നെ നമുക്ക് മൂടിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും ചീസ് മെൽട്ടായി തുടങ്ങിയത്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. ഈ ചീസ് നമ്മളെ ഗ്രേവിയായിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 5 മിനിറ്റ്സ് മിനിമം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. എനിക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ട്, അതായത് എനിക്ക് എരിവ് കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടിപൊളിയായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാം. ഇത് ദീപിക പദുക്കോണിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സൈഡ് ഡിഷാണ്. റൈസിൻ്റെ കൂടെ കഴിക്കുന്നത്. പക്ഷേ ഇത് റൈസിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ദോശേൻ്റെ കൂടിയോ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ദോശേൻ്റെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നോട് കമൻറ്റിൽ പറയണേ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു, വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.